തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവും അതിർത്തി നിർണയവും പൂർത്തിയായതോടെ വോട്ടർ പട്ടിക പുനഃക്രമീകരണം ഉടൻ തുടങ്ങും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം ഇറങ്ങിയാൽ ഉടൻ നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരെ അതിർത്തി പുതുക്കിയ വാർഡുകളിലേക്ക് പുനഃക്രമീകരിക്കും. ഇതിനായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള പരിശീലനം പൂർത്തിയായി. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിമാരുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. പഞ്ചായത്തുകളിൽ ഒരു വാർഡിൽ 1300 വോട്ടർമാരിൽ കൂടുതലുണ്ടെങ്കിൽ 2 ബൂത്തുകൾ സജ്ജീകരിക്കും. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡുകളിൽ 1600 വോട്ടർമാരിൽ കൂടിയാൽ 2 ബൂത്ത് ഉണ്ടാകും. ഡീലിമിറ്റേഷൻ വിജ്ഞാപനത്തിലെ 5 അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുനഃക്രമീകരണം. അതിർത്തികൾ പുതുക്കിയതോടെ ഒരു വാർഡിൽ നിന്ന് മറ്റു വാർഡുകളിലേക്ക് എത്ര വീടുകൾ മാറിയെന്ന് 5യിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 5യും നിലവിലെ വോട്ടർ പട്ടികയും ഒത്തുനോക്കിയാണ് വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നത്. ഇലക്ട്രൽ റോൾ മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ വഴിയാണ് വോട്ടർമാരെ ചേർക്കുന്നത്. അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി, ക്ലർക്ക്, ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നിവർക്കാണ് ചുമതല. സംശയമുണ്ടെങ്കിൽ ഫീൽഡ് പരിശോധന നടത്തണമെന്ന നിർദ്ദേശമുണ്ട്. സെക്രട്ടറിമാർ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം കരട് പ്രസിദ്ധീകരിക്കും. കരട് പ്രസിദ്ധീകരിച്ചാൽ വോട്ടർമാർക്ക് അക്ഷരമുണ്ടെങ്കിൽ അറിയിക്കാം. വിജ്ഞാപനം വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വോട്ടർ പട്ടിക തയ്യാറാക്കാനാകുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്ത് 941 പഞ്ചായത്തുകളിലായി 17,337 വാർഡുകളാണുള്ളത്. 6 കോർപ്പറേഷനുകളായി 421 വാർഡുകളും 87 മുനിസിപ്പാലിറ്റികളായി 3241 വാർഡുകളുമുണ്ട്. ഇടുക്കി വിഷൻ കുമളി.